ഇന്ത്യ ട്രേഡിംഗ്. നമ്മൾ ആ ടീമിന്റെ ഭാഗമാണോ? നിങ്ങളുടെ ട്രേഡിങ്ങിൽ, നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള എല്ലാ രീതികളും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ടും നിങ്ങളുടെ സൈക്കോളജിയിൽ ഒരു കംപ്ലീറ്റ് ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ടും ഈ വീഡിയോയ്ക്ക് സാധിക്കും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്ത് കണ്ണുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണേണ്ടത് എന്ന് ഈ വീഡിയോയിൽ ത്രൂ മനസ്സിലാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലോ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിലോ ഈ വീഡിയോ ദയവ് ചെയ്ത് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കൊരു ക്രിക്കറ്റ് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്നത് ലോക റാങ്കിങ്ങിൽ 1ാം റാങ്കിലുള്ള ടീമായിരുന്നു. ആ ടീം മാച്ച് കളിക്കുന്നത് ലോക റാങ്കിങ്ങിൽ 100ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളുമായിട്ടാണ്. ഗാംബിയ, മാലി എന്ന് പറയുന്ന ടീമുകളൊക്കെ ഇവർ ക്രിക്കറ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ സാധ്യത നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. 100% ഇന്ത്യ കളി ജയിക്കും എന്നുള്ള കാര്യം ഒട്ടുമിക്ക എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. എപ്പോൾ കളിച്ചാലും ഇന്ത്യ ജയിക്കും. നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണോ? ആസ് എ റീറ്റെയിൽ ട്രേഡർ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല. നമ്മൾ ഈ പറഞ്ഞ 100ാം റാങ്കിൽ പെടുന്ന ടീമിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചോളൂ. നമുക്ക് ഒരിക്കലും പോയി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ടീമിനെ പോയി തോൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി കളിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ കൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ടത്തിൽ കളിക്കുന്നവരുണ്ട്, ടീം തികഞ്ഞിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് കളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഏത് ബോൾ എങ്ങോട്ട് അടിക്കണമെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുള്ള ഒരു ടീമായിരുന്നു നമ്മളുടേത്. അപ്പുറത്ത് കളിക്കുന്നത് അങ്ങനെയല്ല. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ ഇവരെല്ലാമാണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. വഴിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെയും കൂട്ടി നമ്മൾ ഫേസ് ചെയ്യാൻ പോയാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. ഉറപ്പായിട്ടും കളി തോക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ എന്താണ് ഇത്രയും വലിയ കളിക്കാൻ കളിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ റോള്? നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ട്രേഡിങ് ഒരു ക്രിക്കറ്റ് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാം. അതിനകത്ത് കമൻറ്റേറ്റേഴ്സ് ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ടാവും, ബോളർ ഉണ്ടാവും, വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ടാവും, ഫീൽഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമൻറ്റേറ്റേഴ്സിൽ നിന്ന് തുടങ്ങാം. പണ്ടെങ്ങാണ്ട് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല, വിരമിച്ച് പുറത്തിരിക്കുക. പക്ഷേ ഈ കളിക്കുന്ന ആൾക്കാരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ആ ഡ്രൈവ് ഓഫിലോട്ടായിരുന്നു കളിക്കേണ്ടത്, പുൾ ഷോട്ട് കളിക്കേണ്ട സമയമായിരുന്നു, ഔട്ട് സ്വിങ് എറിയേണ്ട സമയമായിരുന്നു, അങ്ങനെയൊക്കെയാണ് പറച്ചിൽ. സ്റ്റോപ്പ് ലോസ് അവിടെ എടുക്കാൻ പാടില്ലായിരുന്നു, കുറച്ചും കൂടെ താഴത്തായിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ലായിരുന്നു, മാർക്കറ്റ് കാമായിരുന്നു, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കമൻറ്റേറ്റേഴ്സ് പറയുന്നത്. പുറത്തുനിന്ന് കളി പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, ഒരിക്കലും കളിക്കളത്തിലിറങ്ങി കളിക്കാനായിട്ട് അറിയത്തില്ല. ഞാൻ പൊതുവെ കമൻറ്റേറ്റേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ക്രിക്കറ്റ് കളിയിലെ കമൻറ്റേറ്റേഴ്സിനുമായിട്ട് ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യേണ്ട. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന കമൻട്രീനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കളിക്കുന്ന ടീമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ ആയിരിക്കണം? ഇതിനകത്ത് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും പറയാറില്ലേ റിസ്ക് റിവാർഡ് ട്രേഡേഴ്സ് എന്ന്. ഇവർ സെയിം ആണ്. നമ്മൾ ടീം തികയാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നവരെ പോലെ ഇരിക്കും. നമ്മളുടെ ടീമിൻ്റെ ഭാഗമാണ്, അവരും കളിക്കാനായിട്ട് ഇറങ്ങിയത് തന്നെ ചെയ്യും. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഈ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വാങ്ങാനോ വിൽക്കാനോ എല്ലാം തോന്നും. ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ റിസ്ക് റിവാർഡ് ട്രേഡേഴ്സിനെ നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പറായിട്ട് ഇവർ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ച് പിന്നെയും ട്രേഡ് എടുക്കുന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അവിടെ നിന്ന്. ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് 93% പേരും മാർക്കറ്റിൽ നിന്ന് ലോസ് ഉണ്ടാക്കുമെന്ന് സെബിയുടെ റിപ്പോർട്ട് വന്നില്ലേ? ആ 93% പേരിലുള്ളവരും ഇവർ തന്നെയായിരുന്നു. ഇവർക്ക് എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. എറിയുന്നത് ബുംറയാണ്. ഇന്ത്യൻ ടീമിലെ ടോപ്പ് ബോളേഴ്സ് നിങ്ങൾക്കെതിരെ ബോൾ ചെയ്യുന്നു, നിങ്ങൾ പോയി കണ്ടങ്ങൾ കളിക്കാൻ നിൽക്കുന്നു. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത് പോസിബിൾ ആണോ? ഇത് വർക്കൗട്ട് ആകുമോ? ബുംറാനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് ബോളർ എറിയുന്ന സമയത്ത് നമ്മൾ പറമ്പിൽ കളിക്കുന്ന ബാറ്റും പിടിച്ചുകൊണ്ട് ആൾക്കെതിരെ ഫേസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇല്ല, കമൻറ്റേറ്റർ വിളിച്ച് പറയുന്നുണ്ട്, പാഡ് വെച്ചില്ല, ഹെൽമെറ്റ് വേണം, സ്റ്റോപ്പ് ലോസ് വേണം. എന്തുണ്ടായിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. 2 എറി കിട്ടിയാലും 3ാമത്തെ ബോൾ നമ്മൾ സ്റ്റമ്പ് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഔട്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. റണ്ണടിക്കുമോ അറിയത്തില്ല. എഡ്ജ് എടുത്തെങ്ങാനും പുറകിലോട്ടൊരു 6 പോയാൽ അത് റണ്ണാ. പക്ഷേ അവസാന വിജയം ആർക്കായിരിക്കും? വീണ്ടും നമ്മൾ ബാറ്റ് ചെയ്യാൻ നിൽക്കേണ്ടേ? അവസാന വിജയം ആ പന്ത് എറിയുന്ന ടീമിന് തന്നെ ആയിരിക്കും. ഇതാണ് RR ട്രേഡേഴ്സിൻ്റെ കാര്യം.
നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഓഫ് കളിക്കാരെ എടുക്കാം. നമ്മളുടെ ടീമിന്റെ ഭാഗമാണ്. അവർ സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ മാത്രം ട്രേഡ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർ ഇന്ത്യൻ ടീമിന്റെ എല്ലാ ബോളേഴ്സിനെയും കൃത്യമായിട്ട് പഠിക്കും. പഴയകാല ഡേറ്റാസ് വെച്ചിട്ട് ഏത് ബോൾ എവിടെ എറിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഷമി എന്ന് പറയുന്ന ബോളർ, ആള് എത്ര ഓവർ പിച്ച് ബോളുകൾ എറിഞ്ഞിട്ടുണ്ട്, എത്ര ബൗൺസേഴ്സ് എറിഞ്ഞിട്ടുണ്ട്, എത്ര യോർക്കേഴ്സ് എറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ഡേറ്റ കളക്ട് ചെയ്യും. ഷമി ഏറ്റവും കൂടുതൽ ബോളുകൾ എറിഞ്ഞിട്ടുള്ളത് ഓഫ് സ്റ്റമ്പിൽ കയറ്റിയാണ്, ഇല്ലെങ്കിൽ ഓവർ പിച്ച് ബോളുകളാണെന്നുള്ളൊരു നിഗമനത്തിൽ ഇവരെത്തും. എന്തായിരിക്കും റിസൾട്ട്? ഷമി അതേപോലെ തന്നെ ഓവർ പിച്ചായിട്ട് ബോളുകൾ എറിയും. ഇവർ ഇതേ ഷോട്ട് കളിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ബൗൺസേഴ്സ് വരും, അവർ ഹിറ്റാകും. ഇടയ്ക്ക് യോർക്കേഴ്സ് വരും, ഇവർ ബോൾഡ് ആവും. പക്ഷെ അവർ അതൊന്നും കാര്യമാക്കത്തില്ല. ഷമീനെ പഠിച്ചിട്ട് ഇല്ലെങ്കിൽ ബുംറാനെ പഠിച്ചിട്ട് അതേ ഒരു ഒറ്റ കൈൻഡ് ഓഫ് ഷോട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അവരാണ് അടുത്ത 93% പേര് നമ്മളുടെ ടീമില്ല വളരെ മോശം പ്ലേയേഴ്സ് ആയിരുന്നു. ബാക്കി 5% പേര് FT റിട്ടേണും പ്ലസ് അതിൽ കൊണ്ട് കുറച്ചുകൂടെ റിട്ടേൺസ് കിട്ടുന്ന ആൾക്കാരാണ്. ഇതാണ് ഈ 5% കാറ്റഗറി വരുന്നത്. അവർ സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഈ ക്രിക്കറ്റ് കളിയുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമുണ്ട്. സാധാ ക്രിക്കറ്റ് കളി കളിക്കണ പോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് പാഡും കെട്ടി നിൽക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ പണവുമായിട്ട് വരണം. അത് കീപ്പറിന്റെ കയ്യിൽ കൊടുത്തേക്കുക. നിങ്ങൾ കളിച്ചു, നിങ്ങൾ മിസ് ചെയ്തു, എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു ഓട്ടോമാറ്റിക്കലി നമ്മളൊരു 10,000 രൂപയോ 20,000 രൂപയും കൊണ്ടായിരിക്കും മാർക്കറ്റിൽ വന്നിരിക്കണം. ഒരു ബോളും മിസ് ചെയ്യുമ്പോഴും എറിയുന്ന ആളെ നിങ്ങൾ പ്രത്യേകം ഈ സമയത്ത് ഓർത്തിരിക്കുക. നിങ്ങൾക്കെതിരെ ബുംറ ബോൾ ചെയ്യുന്നു, നിങ്ങൾ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു, നിങ്ങൾ മിസ് ചെയ്യുന്ന ഓരോ ബോളും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ബോൾഡ് ആവുന്നു, പോകാൻ അങ്ങനെ പോകാൻ പറ്റില്ല. ആക്ച്വലി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ വിക്കറ്റ് പോയി നമ്മൾ ബുംറയ്ക്ക് കൊടുക്കേണ്ട കാശ് ബുംറയ്ക്ക് കൊടുക്കണം. പിന്നെ പോകുന്ന വഴിക്ക് അമ്പയറിന് ടിപ്പ് കൊടുക്കണം. പുറത്ത് നിൽക്കുന്ന ആൾക്ക് STT, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജ്, കളി നടത്തുന്ന സ്റ്റേഡിയത്തിനുള്ള വാടക, ഇതെല്ലാം കൊടുക്കട്ടെ നമുക്ക് വീണ്ടും പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പോകാനും സാധിക്കത്തില്ല. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ബുംറ എന്ന് പറയുന്ന ഒരു ബോളർക്കെതിരെ നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യണം, ആൾക്കെതിരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ബ്രോക്കറേജ്, ഗ്രൗണ്ടിന്റെ വാടക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കണം. ഇതിൽ നിന്ന് ബുംറയ്ക്കെതിരെ സ്കോർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫീസിബിളി കൊടുത്ത് മാറാനായിട്ട്. അത് പോസിബിൾ ആണോ? എത്ര ശതമാനം പേർക്കാണ് അത് പോസിബിൾ? ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടല്ലേ പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനായിട്ട് മടിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ പാടില്ല എന്നും പല എക്സ്പേർട്ടുകളും പറയുന്നത്. ഏത് ടീം എടുത്താൽ അതിനകത്ത് 1-2 നല്ല കളിക്കുന്ന ആൾക്കാരുണ്ടാവത്തില്ലേ, അവരെയാണ് എപ്പോഴും ഡിസ്ക്രിഷണറി ട്രേഡേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 93 പേരും 100 പേരിൽ ഡക്കിൽ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കൂടെ 10 റണ്ണും 15 റണ്ണും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കളിക്കുന്ന, ഇവരെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് കളിക്കാൻ പഠിക്കുന്ന ആൾക്കാർ, വീണ്ടും വീണ്ടും അതേ ടീമിന്റെ ഭാഗമായിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും ചെയ്യുക? അവർ ബുംറയ്ക്കിട്ടും അടിക്കും, അവർ ഷമിക്കിട്ടും അടിക്കും. ടീം ജയിക്കുമോ? ടീം ജയിക്കത്തില്ല. പക്ഷെ അവർക്ക് അവരെ കളിക്കാനായിട്ട് അറിയാം. ഏത് ലെങ്തിൽ ഏത് ലൈനിൽ ബോൾ എറിഞ്ഞാലും അവരെ കളിച്ചു മാറാനും അവരിൽ നിന്ന് മണി തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാനും ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. എല്ലാ ടീമിന്റെ ഭാഗമായിട്ടുള്ള ഈ 1-2% ആൾക്കാരാണ് നമ്മൾ നല്ല ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും മാർക്കറ്റിൽ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ച് ഇതേപോലത്തെ ബോളേഴ്സിനെ വീണ്ടും ഫേസ് ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. വിക്കറ്റ് പോകാം, ഔട്ടും ആകാം, പക്ഷെ ഇവർക്ക് തിരിച്ചു വന്ന് അവരെ വീണ്ടും ഫേസ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. കാര്യം അത്രയും തവണ ഇവർ മാർക്കറ്റിൽ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു സാരാംശമായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കാര്യം ഇത് നിങ്ങളുടെ ഇൻസൈറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിട്ടിരിക്കട്ടെ. നിങ്ങളൊരു ട്രേഡറാണോ? ട്രേഡിങ്ങിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്രയും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഇതിലോട്ട് വരാൻ. കാര്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കരായ പ്ലേയേഴ്സിനെ ആയിരിക്കും. നമുക്ക് നല്ല പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കൂടെ നിൽക്കണവര് നമ്മളുടെ കൂടെ നല്ല രീതിയിൽ കളിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കളിച്ചാൽ മതി. നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് ഒരു പരിധിയുമില്ല. നമുക്ക് ഏത് ബോളറേയും ഫേസ് ചെയ്യാം, ആരെ വേണേലും 6ന് പറത്താം. ഇത്രേ ഉള്ളൂ ട്രേഡിങ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങളിത് എപ്പോഴും മനസ്സിൽ കരുതുക. നിങ്ങൾ കളിക്കുന്നത് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമായിട്ട് കാണുകയും
ഒന്ന് ഗെയിമിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങളുടെ കംപ്ലീറ്റ് മെൻറ്റാലിറ്റി ഇതിനകത്ത് ചേഞ്ച് ആയി കിട്ടും. സോ ട്രേഡിങ്ങിനെ ആ ഒരു അപ്രോച്ചോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ആ ഒരു തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ വീഡിയോയ്ക്ക് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. See you tomorrow with yet another video. Bye.